ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ട്രിപ്പ് പോണത്, അതും വയനാട്ടിലേക്ക്. നമ്മളെ കാലിക്കറ്റ് മാനാഞ്ചിറ ക്രൗൺ തിയേറ്ററിന്റെ അവിടെ നിന്നാട്ടോ സ്റ്റാർട്ടിങ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോ എങ്ങനെ തുടങ്ങിയല്ലേ? പാട്ട് വെക്കട്ടെ? ഫുൾ എനർജി അല്ലേ? ചെയ്തപ്പോൾ ആർക്കും ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയതോടെ സ്ട്രേഞ്ചേഴ്സ് എന്ന ഫീല് ഫുള്ള് മാറി കിട്ടി. പിന്നെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി. അപ്പോൾ 2 ടീമായി തിരിച്ച് ഒട്ടും കള്ളത്തരമില്ലാതെ അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. ഒരു 10 മിനിറ്റ് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കയറിയപ്പോൾ ഡ്രൈവർ പറഞ്ഞു ബാക്കത്തെ ഷീറ്റ് താഴ്ത്തിട്ടാളേന്ന്. താഴ്ത്തിട്ട എന്താ രസമുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴ്ത്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡ്രൈവർ എന്തിനാ പറഞ്ഞതെന്ന്. അങ്ങനെ 10-15 മിനിറ്റത്തെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ചെറിയൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടും റേഞ്ച് ഇല്ലാത്ത സ്ഥലമാട്ടോ. അവിടെ എത്തിയതോടെ കുറേ പേര് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ ആയിട്ട് തിരക്കിലായി. ഞങ്ങൾക്കൊരു വാട്ടർഫോൾ വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ പേര് ഡ്രസ്സും ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ആട്ടോ ഞാൻ സ്റ്റേ ചെയ്തത്. ഇവിടെ 5 പേർക്കായിരുന്നു സ്റ്റേ ചെയ്യാൻ പറ്റുക. ഇവിടെ പല ടൈപ്പിലും പല റൂംസും ടെൻറ്റും അവൈലബിൾ ആയിരുന്നു. ഒരു ചെറിയൊരു ടെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനപ്പുറത്ത് തന്നെ 3 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയത്, 10 പേർക്ക് സ്റ്റേ ചെയ്യാൻ, അങ്ങനെ പല ടൈപ്പിലും ഉണ്ടായിരുന്നു. ഇവിടെ ഓരോന്നിലും 3 പേർക്ക് വെച്ചിട്ടാട്ടോ സ്റ്റേ ചെയ്യാൻ പറ്റുക. ഇവിടെ ഏറ്റവും കൂടുതൽ പേർക്ക് കിടക്കാൻ പറ്റിയ റൂം ഇതാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം കൂടെയാണ്. 10 പേർക്കാട്ടോ ഇവിടെ കിടക്കാൻ പറ്റുക. ഞങ്ങൾ റൂമിൽ പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് എല്ലാവരും റൂമും ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. ഇവിടെയാണ് 3 പേർക്ക് വെച്ചിട്ട് കിടക്കാൻ പറ്റുക. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. വെള്ളത്തിലിറങ്ങാനാ പോണത്. അപ്പൊ അങ്ങനെ ആവശ്യമില്ലാത്തൊന്നും എടുക്കണ്ട. യൂട്യൂബാണോ? എക്സ്ക്ലൂസീവ് കണ്ടന്റ്. ഹായ് ഗൈസ്, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ആ ബെൽ ഐക്കൺ കൂടി അമർത്തിക്കോ, ഒട്ടിച്ചോ. ആരും കാണാത്ത വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. വാട്ടർഫോൾ കാണാനായിട്ട് നമ്മൾ പോണത്. കാണാനും മാത്രമല്ല ഫ്രഷ് ആവാനും കൂടിയാണ് പോണത്. ചെറിയൊരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ചെറുതെന്ന് പറയാൻ പറ്റൂല, കുറച്ച് അഡ്വഞ്ചർ ട്രക്കിംഗ് തന്നെയായിരുന്നു. ട്രക്കിങ്ങും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂട് ചായയും വടയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ.
കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൂടെ തോറ്റവർക്ക് കുറച്ച് പണിഷ്മെന്റും. പിന്നെ നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആക്ടിവിറ്റീസും കൂടെ ഉണ്ടായിരുന്നു. ആക്ടിവിറ്റീസ് ഒന്നും പറയാൻ പറ്റൂല, എല്ലാവർക്കും മനസ്സ് തുറന്ന് സങ്കടങ്ങൾ പറയാനും സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു വേദി. എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആയി പോയി. ആളൊക്കെ ഇങ്ങനെ ഒരു കഥ നമ്മൾ എക്സ്പെക്ട് ചെയ്താണ്. ചിരി കാലം കാണുമ്പോൾ നമുക്ക് തീരെ എക്സ്പെക്ട് ചെയ്യും ഇങ്ങനെ ഒരു ചെറിയ അത്രയും ചെറിയ ആഗ്രഹമാണ്. പക്ഷെ ചെറുപ്പം മുതൽ ആഗ്രഹം നടന്നത് ഇപ്പോൾ 55ാമത്തെ വയസ്സിലാണ്. പലരും പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്കൊന്നും ഒരു പ്രശ്നമില്ല എന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഒരു ചെറിയൊരു പാട്ട് പാടി നമ്മൾ വൈൻഡപ്പ് ചെയ്തു. നാളേക്കുള്ള ഡാൻസിന്റെ പ്രാക്ടീസും ഡിസ്കഷനും പാട്ട് സെലക്ട് ചെയ്യലൊക്കെ ആയിട്ടാ നടക്കുന്നത്. സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര് കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ. ഹലോ, രാവിലെ എണീറ്റപ്പോൾ ചെറിയൊരു വോക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, രാവിലെ ഉണ്ട്, അതേപോലെ രാത്രിയും അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഫ്രഷ് ആയിട്ട് അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ടോ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ എല്ലാവരായിട്ടും ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഭയങ്കര ബോണ്ടായിരുന്നു. പിന്നെ കുറേ സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും അങ്ങനെ ആയിട്ട് കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഡാൻസിന്റെ പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു, ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡാൻസിന്റെ വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ വണ്ടി നിർത്തി കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ട്രക്ക് ചെയ്തിട്ട് പോവാണ്. പോകുമ്പോൾ ഉഷാറൊന്നുമില്ല കേട്ടോ, തിരിച്ചു വരുമ്പോ എല്ലാവർക്കും ഭയങ്കര ക്ഷീണായിട്ട് നല്ല ഉറക്കത്തിലാണ്. രണ്ടാളും ഇരുന്ന് വായിക്കും നിങ്ങളെ റിവ്യൂ ഒക്കെ. ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങളെ റിവ്യൂ അയക്കുമ്പോൾ. ആക്ച്വലി നമ്മൾ ഈ ഒരു 2 ദിവസത്തെ എന്താണ് അവരുടെ പാപ്പറസ് പോലെ കുറെ വീഡിയോ ഒക്കെ യൂട്യൂബർ. ഇനി ഒരുപാട് ട്രിപ്പുകൾ ഉണ്ടാവും, പുതിയ പുതിയ ട്രിപ്പുകളൊക്കെ ട്രൈ ചെയ്യുക, ഒരുപാട് കഥകളൊക്കെ കേട്ട്. അപ്പോൾ ഇനി നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. എല്ലാവരും ഒരേപോലെ കാണാൻ പറ്റും നടക്കുന്നുണ്ടാവില്ല, പക്ഷെ എവിടെയെങ്കിലൊക്കെ കാണും. ഞാൻ ചിലപ്പോൾ ഞാൻ കുറേ ആൾക്കാരെ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാവും എനിക്ക്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇനിയിപ്പോൾ എന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതൊക്കെ വരാണ്ടൊന്നും നിൽക്കരുത്. അപ്പോൾ എവിടെ നിന്ന് കാണുമ്പോൾ ഓടി വന്നാൽ മതി, ഓർമ്മ ഉണ്ടാവും. ഈ സേലത്ത് പോകുമ്പോൾ പറയാനോ. ശരി, പ്രകാശം